അപ്പം ബഹുമാനപ്പെട്ട ബാസിൽ അവർക്ക് നമ്മൾ വന്നപ്പോ തന്നെ ഇവിടെ പടായി കിടക്കണ്ടോ, ഫുൾ സെറ്റ്. പറയാം മനുഷ്യനെ കുറെ പരിപാടി ഫുള്ള് തീർത്തിട്ട് കല്യാണത്തിനും വേണ്ടി ഫുള്ള് ഞാൻ ഗ്യാപ്പ് എടുത്ത് പരിപാടി ഒന്നും എടുക്കാതെ കല്യാണത്തിനും വേണ്ടി മാത്രം നിൽക്കുക. ഇന്ന് മുതൽ എന്റെ ആൾത്തറ പൂരം അതൊന്നും എടുക്കലടാ എന്റെ പേജിക്ക്, അത് കുഴപ്പമില്ല. ഇന്ന് മുതൽ ഇവിടെ ആൽത്തറ പൂരം. അപ്പൊ നമ്മളെ ആൽത്തറ പൂരത്തിന്റെ നമ്മളെ പടനായകൻ ഇവിടെ കുട്ടാ പാട്ടൊന്ന് സൗണ്ട് ഇറക്കോ. ഇതാ നമ്മളെ പടനായകൻ അസറു ഇതവിടാ താടി സ്റ്റൈൽ ചെയ്തോണ്ടിരിക്കാണ്. ഫേസിലൊരു ചെറിയ ഗ്ലോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ലൈറ്റൊക്കെ മൂന്നമ്മന്ന് റിഫ്ലക്ട് ചെയ്ത് അങ്ങോട്ട് വെളിച്ചം പോകുന്നുണ്ട്. ഐ ഗ്ലോസ്കി ബ്രോ, ഗ്ലോ ആയിക്കിട്ടോ. ചെറിയ ബ്ലഷിങ് നമുക്ക് അവിടെ കാണാൻ പറ്റും. കാക്കെ കൗത്തിന് ശരിക്കും വെച്ചോളി, നാളെ മുതൽ കൗത്തിന് വെക്കാൻ ആൾക്കാരുണ്ടാവും. ആരുനി ഭദ്രേ സാമസുഗന്യേ. നിങ്ങളെന്ത് ലേറ്റ് ആയത്? അല്ല എന്റെ പരിപാടി തന്നെയല്ലേ, എനക്ക് അതിന്റെ ഒരു ബോധമല്ലേ. എപ്പോഴാണ് ഇവിടെ എത്തിയേ? അനക്ക് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നോണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇങ്ങോട്ടില്ല വരവ് ഇന്നാക്കിയത്. അല്ലെങ്കിൽ 2 ദിവസം മുന്നാക്കിയേനി. ബാസിൽ എന്നോട് പറഞ്ഞേ അനക്ക് എന്തായാലും ഇന്ന് വെട്ടണേ. അപ്പളെ ആ ഒരു നമ്മളൊക്കെ എപ്പോഴും വെട്ടില്ല, പരിപാടിന്റെ തലയിൽ പോയി മൂട്ടിൽ പോയി വെട്ടുമ്പോൾ ആ ഫിനിഷിങ് കിട്ടും. നമ്മളേട്ടാ നമ്മളെ ഫുള്ള് നിലമ്പൂരുകാരനാണ്, വല്ലപ്പോയക്കാരനാണ്. ഫുൾ നമ്മളെ താടി മീശയൊക്കെ സെറ്റപ്പ് ആക്കി തന്ന മൂപ്പരാട്ടോ. പേര് ഉണ്ണി പ്രജീഷ് ചേട്ടൻ അഥവാ ഉണ്ണിച്ചേട്ടനാണ് നമ്മളെ ഫുൾ പരിപാടികൾ എടുത്തത് കേട്ടോ. അപ്പൊ അസറുവിന്റെ താടി സെറ്റായിട്ട് വരണം കേട്ടോ. നാളെ പുതിയ അപ്പോൾ ഇറങ്ങാനുള്ളതാണ്. ചില്ലറ പരിപാടിയാണ് കരുതി. ഇനി ഇറങ്ങാൻ പറ്റൂല, ഒറ്റ പരിപാടി ഉണ്ടാവുള്ളൂ ലൈഫിൽ. അതാ ഉള്ള ഗ്രാൻഡ് ആവണം, കാണിച്ചു കൊടുക്കുക. അങ്ങോട്ട് ഇന്നല്ല ഞാനല്ല പുതിയ ആപ്പിളിനെ കാണിക്കൂ. ഈ താടിയിൽ ഞാൻ ഇന്നൊരു താജ്മഹൽ പണിയിക്കും, നിന്നെ ഞാനിന്ന് സുന്ദരനാക്കി തരാം. സുന്ദരാ മൂപ്പരിങ്ങനെ കേൾക്കുന്നുണ്ടാവും. ഇന്നെ വെട്ടിയപ്പോ എന്ത് പാവേനി ഞാൻ. ക്യാമറയും കുന്തപ്ലേറ്റും കയ്യിൽ കിട്ടിയപ്പോ ചെങ്ങായിയൊക്കെ ഫുള്ള് പടായി. വേറെ ആളായാലോ എന്നൊക്കെ. പക്ഷെ ഗ്ലോ ഉണ്ട് കേട്ടോ സാറോ, ഗ്ലോ ഉണ്ട്, പറയാതെ വയ്യ. ഏതാ പോന്റെ അവിടുന്നുള്ള ആക്ഷൻ ഉണ്ടല്ലേ. ആരടാ ജി മറ്റേ തായ്ലൻഡ് സ്പാല് കയറിയ പോലെ. ബാസിൽ അന്ന് തായ്ലൻഡിൽ നിന്ന് സ്പാല് കയറിയപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടോ. ഫുള്ള് കാര്യങ്ങളും പരിപാടികളൊക്കെ ഇങ്ങനത്തെ റൂം അങ്ങനെ അതിന് സംഭവങ്ങളൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നത്. ഇതേപോലെ അന്ന് ബാസിൽ കിടന്നിരുന്നത്. മൊറോക്കൻ ബാത്തോ എന്തൊക്കെയാണ് ബാസിൽ അന്ന് ചെയ്തിരുന്നത് കേട്ടോ, തായ്ലൻഡിൽ നിന്ന്. ഇല്ല അയ്യോ ക്ഷമിക്കണേ, അയ്യോ ഇല്ലേ, അയ്യോ ഇല്ല, അയ്യോ. അല്ല ഇഫ്രൊക്കെ കണ്ട പോവാളേ, ഫുള്ള് കഴിഞ്ഞോ? ഇനി ഒന്നും എടുക്കാനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. റിങ്ങോ ഇന്നലെ വാങ്ങാൻ വന്ന് ഒരു ലൊക്കേഷൻ കാണിച്ചു. ഇന്നലെ പോയി ജ്വല്ലറിന്റെ അവിടെ എത്തിയപ്പോൾ 11 ജ്വല്ലറി ഇല്ല അവിടെ, ജ്വല്ലറി ഇല്ല ലൊക്കേഷനിൽ. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനിൽ ജ്വല്ലറി കാണുന്നുണ്ട്. അപ്പൊ എന്തേ എന്നിട്ട് പിന്നെ ഞങ്ങൾ റിട്ടേൺ പോകുന്ന ഇന്ന് എടുക്കാറുണ്ട്. ഇന്നാണെങ്കിൽ നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങി 1.5 മണിക്കൂർ. അത് പോവാ, നമുക്ക് നിലമ്പൂര് നോക്കാം ബാസിലെ. അല്ല നിങ്ങളിപ്പോ ഇറങ്ങിക്കോ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയിക്കോ. ഫോട്ടോസ് എങ്ങനെ അർഷുവിനെ കൊണ്ടേക്കോ. അർഷുവിന്റെ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങും. എന്തേ അത് കുഴപ്പമില്ല, ജിമ്മിൽ പോയി പോരി. ഓഫീസ് കാനും കൂട്ടി പോയിക്കോളി. അല്ലേ മോഫ്സ് കാർഡ് കടന്നു തുടങ്ങിക്കോളി. എന്നാ കൊണ്ടുപോയിക്കോളി മോഫ്സ് ഖാനെ. വർക്കൗട്ടിന്റെ ട്രൗസറും ഇതൊക്കെ കൊടുത്തോളി, ഒക്കെ XXL ആണ്. ഓക്കെ സെറ്റാവും. പുതിയ പള്ള ഒരുങ്ങുകയായി, അല്ല പുതിയ പള്ള ഒരുങ്ങുകയായി പറഞ്ഞേ. നമ്മളെ അസറുവിന്റെ ആദ്യത്തെ കല്യാണാണ് നമ്മള് ഇന്ന് നടക്കാൻ പോണത്. അല്ല ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഷവർമ്മ വാങ്ങണ പോലെ ഗോൾഡ് റിംഗ് വാങ്ങാൻ പോണല്ലോ കാണണം കേട്ടോ. അവിടെ പീടിയല്ല, അടിയിൽ നിന്ന് എവിടെയെങ്കിലും വാങ്ങിക്കൊണ്ടെന്നുള്ളതാണ്. എന്താ അറിയോ, ഗോൾഡിന്റെ റിംഗ് അടിയിൽ നിന്ന് എവിടെയെങ്കിലും വാങ്ങിക്കൊണ്ടിരും. ഫോട്ടോസ് വിടും. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് എന്റെ വാട്സപ്പ് അയച്ചുതരാം. അല്ല ഇനി അത്ര ഡീറ്റെയിൽ കിട്ടിയാൽ മതിയോ? ഏത് ബ്രാൻഡാന്നൊക്കെ ഫുൾ ഉണ്ട്. ഏത് ഡിസൈൻ ബ്രാൻഡ്? ഡയമണ്ടിന്റെ. അതെന്റെ വക സ്വർണ്ണ. ഗേൾ ഫ്രണ്ടിന്
ആ മുഖം കാണിക്കും. 55 റുപ്പീസ്. സിഗമൊക്കെ മാറി ഇനി മുതൽ പൂക്കിയാണ്, ഇനി മുതൽ അങ്ങോട്ട് പൂക്കിയാണ്, ഇനി മുതൽ എല്ലായിടത്തും പൂക്കിയാണ്, പെണ്ണുങ്ങളുണ്ട് കൂടെ. ഇൻഷാ അല്ലാ. അപ്പം അസറുവിന്റെ വക ഇന്ന് പെണ്ണുങ്ങൾക്ക് എന്ത് ഒരു ഡയമണ്ടിന്റെ അസറു ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ പെണ്ണുങ്ങൾ ഇങ്ങനെ കൈ ഇടുമ്പോ നാളെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇന്റെ പെണ്ണുങ്ങളെ നമ്മളൊക്കെ എന്താ തന്ത കൈയാണ്. അപ്പം ഇതിന് കറക്റ്റ് മാച്ചിങ് എനിക്ക് തോന്നുന്നു അർഷുവിന്റെ ചെറിയല്ല. ആ ചെറിയലിനെ കറക്റ്റ് ആക്കി കണ്ടിട്ട് റിങ് വാങ്ങാൻ പറഞ്ഞു. അത് ഓക്കല്ലേ? ഓക്ക് അർഷുവിന്റെ ചെറിയലിൽ പറഞ്ഞത് ഓൾഡ് നടുവേരലിന് കറക്റ്റ് കയറാം. ബസ്സിൽ വീണോ? അത് കളയാൻ ഇത് ഫുള്ള് മാന്തി പറിച്ച കളയൂലേ? എന്ത് പൊളിച്ചടിച്ച് ഇവിടെ പച്ചുമ്പളിയും ബഹളം ഉണ്ടാക്കണേ? അത് കുറച്ചു നേരം കൂടി ഇറങ്ങും വെളുക്കട്ടെ ഫുള്ള്. ബാസിലേ പുതിയാപ്പള പോലും കല്യാണ തലേന്ന് ഫേഷ്യൽ ചെയ്തിട്ടില്ല കേട്ടോ. ബാസിൽ പറഞ്ഞു എനിക്ക് എന്തായാലും ഫേഷ്യൽ വേണം. കൊല്ലം ഭാഗത്തൊക്കെ കുറെ ഫാൻസ് കാര്യങ്ങൾ ഉള്ളതാണ്. നമ്മളവിടെ ആദ്യമായിട്ട് കൊല്ലത്തെ നമ്മള് കല്യാണത്തിന് കൂടാൻ പോവാണ്. അപ്പൊ കൊല്ലം ഏരിയയിലെ ഫാൻസിനെ കാണാൻ വേണ്ടിട്ട് നാളെ ബാസിലിക്ക രാവിലെ പെലച്ചൊക്കെ നമ്മളെ ബാസിലിക്ക കൊല്ലം ഏരിയയിൽ എത്തുട്ടോ സുഹൃത്തുക്കളെ. നാളെ പൊള്ളിക്കും കൊല്ലത്ത്. നാളെ പൊളിയോ പൊളി. എന്ത് ആരോട് പറഞ്ഞ സമയത്തിലേറെ അധികരിച്ചിരിക്കുന്നത്. 10 മിനിറ്റ് നമ്മളെ